ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ കയ്യിലുള്ള കുറച്ച് അഡീനിയം കളക്ഷൻസൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി. നമ്മൾ കുറച്ച് നമ്മുടെ അഡീനിയത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വിത്തിട്ട് കിളിർപ്പിച്ചതാണ് കേട്ടോ. ഈ അഡീനിയങ്ങളൊക്കെ ചിലത് അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ വന്നിട്ടുണ്ട്, ചിലത് അത് ഈ വിത്തിട്ടിനായിട്ട് കുറച്ചും കൂടി ഒരു മാറ്റം വന്നതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ കട്ടിങ് ഗ്രാഫ്റ്റിംഗ് ഒന്ന് ചെയ്ത് പരീക്ഷണം ഫസ്റ്റ് ചെയ്യുമ്പോൾ നടത്തിയതാണ്. നമ്മൾ കമ്പ് കുത്തിയിലും ഇത് സീഡ് ഇട്ടിയിലും കേട്ടോ. ഇത് നമുക്കൊരാൾ തൈ തന്നതായിരുന്നു. അതുപോലെയാണ് പരീക്ഷണം. എന്തായാലും പരീക്ഷണം വേസ്റ്റ് ആയിട്ടില്ല, എന്നാലും സക്സസ് ആയെന്ന് പറയാൻ ആയിട്ടുമില്ല. ഒരാഴ്ച ആയിട്ടുള്ളൂ. ബാക്കി എന്താണെന്ന് നമ്മളൊക്കെ അപ്പോൾ പറഞ്ഞു തരാം. നമ്മൾ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള സീഡുകളും തൈകളും മാത്രം നമ്മൾ മാറ്റി നടാമെന്ന് കരുതിയിട്ട് ഇത് കണ്ടില്ലേ. ഇതിൽ ചിലത് കണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട്, ചിലത് സീഡ് ഇട്ട് അതേ വലുപ്പത്തിൽ ഒരിത്തിരി ഇട്ട മാറ്റം വന്നതുകൊണ്ട് കുറേ ദിവസം ഇട്ട് വെച്ച സീഡ് ഇട്ട് മുളപ്പിച്ചതാണ്. അതിൽ വ്യത്യാസമുള്ളത് വേറെ നമ്മൾ മുമ്പേ മാറ്റി ചെറിയൊരു ഇതിലാക്കി നട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ കയ്യിൽ കുറച്ച് മുമ്പേ ഉള്ളതാണ് കേട്ടോ. ഇതിന് കോഡക്സൊന്നും അതിന് മാത്രം വന്നിട്ടില്ല. നമ്മൾ ആകെ ഒരു 4-5 പോട്ടിൽ ചെറിയ അത്യാവശ്യം വലുപ്പമായ തൈകൾ മാറ്റി നടാമെന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് ആദ്യം ഇറങ്ങിയത്. നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ പിന്നെ നമ്മളൊന്നും ചെയ്യൽ. അതുപോലെ തുടങ്ങിയതാണ്. അങ്ങനെ എല്ലാം കുറച്ചൊക്കെ ഇതിലാണ് നമ്മൾ നടാൻ ആകെ ഉദ്ദേശിച്ചിരുന്നത്. ഇതിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 5-6 ഉണ്ടായിരുന്നു. അത് 5-6 മാത്രം മാറ്റി നടാമെന്ന് കരുതിയതാണ്. ഇതൊക്കെ ഉണ്ടില്ലേ, ഇതിലും കുറച്ച് കോഡക്സൊക്കെ വലുപ്പം വെച്ചതൊക്കെ മാത്രം ഒന്ന് മാറ്റി നടാമെന്ന് കരുതിയിട്ടാണ് എല്ലാം കൂടി എങ്കിലും ഒന്ന് സൈഡിലേക്ക് വെച്ചതാണ്. ഇതൊക്കെ ഇതും ആ സീഡ് ഇട്ടതാണ്. പക്ഷേ ഇതിൻ്റെ കോഡക്സിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളെ വേറൊരു തെയ്യം ഉണ്ട്. ഇത് നമ്മളതിൻ്റെ കുറച്ച് മുമ്പ് വെച്ചതാണ്. അത് നമ്മളെ ഫസ്റ്റ് ടൈം ഇതിൻ്റെ ബൊഗൈൻവില്ല കളക്ഷൻ തുടങ്ങുന്ന ടൈമിൽ നമ്മളൊരു ചെടി വീഡിയോ എടുക്കാൻ പോയി അവിടെ നിന്ന് തന്നതായിരുന്നു. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പമുള്ള നമുക്ക് തൈകൾ തന്നതായിരുന്നു. അത് ഏകദേശം അത്യാവശ്യം വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് മാറ്റി നടാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇരുന്നത്. പക്ഷേ തുടങ്ങിയപ്പോൾ അവസാനിച്ചപ്പോൾ എല്ലാം പണിയെടുത്തിട്ടുണ്ട്. 3 ദിവസം വെച്ചാണ് നമ്മൾ ഓരോ ദിവസം വെച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിൽ നെറ്റും കാര്യമില്ല. അതായപ്പോൾ പിന്നെ ഫുൾ അതിലായിരുന്നു പരിപാടി. നമ്മളെ പഴയ ബോട്ടുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ബോട്ട് വാങ്ങണം എന്നൊക്കെ കരുതി, പക്ഷേ അതിന് പറ്റിയില്ല. ഈ എംസാൻഡും മണ്ണും പിന്നെ അതിലേക്ക് കുറച്ച് ചകിരിച്ചോറും വളമിയുള്ള മിക്സാക്കിയ മണ്ണും കൂടി, ഇത് 3ഉം കൂടി നമ്മൾ ഈക്വലാക്കി എടുത്തിട്ടാണ് നമ്മൾ നട്ട് വെച്ചത്. നമ്മളാകും അതിൽ ലൈറ്റുള്ളത് നോക്കി 4-5 മാത്രം മാറ്റി നടാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയതായിരുന്നു. പക്ഷെ നമ്മളെ ഫോണിൽ നെറ്റും കാര്യവും ഇല്ലാതാകുമ്പോൾ പ്രത്യേകിച്ച് ഇതിന്മേലൊരു പണിയെടുക്കാൻ പ്രത്യേക ഒരു ക്രൈസാണല്ലോ. പ്രത്യേകിച്ച് ചെടി നഷ്ടമുള്ളവർക്കൊക്കെ പറഞ്ഞാൽ പിന്നെ ഇരുന്നപ്പോൾ ഫുള്ള് രാവ് മുതൽ വൈകിട്ട് വരെ ഇതന്നെ ഒരു പരിപാടിയിട്ടാണ്. നമ്മളങ്ങനെ ഒരു ഘട്ടം നട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കാനും ഫോണും കൊണ്ട് രണ്ടും കൂടി മിക്സാക്കി നമുക്ക് കഴിയില്ല. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഓരോ വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ നട്ട് വെച്ചതിന് ശേഷം വീഡിയോ എടുക്കലാണ്. അങ്ങനെ അപ്പോൾ പറിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ കിട്ടിയ പാത്രത്തിലൊക്കെ നമ്മളതിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെയും ചെടികളൊക്കെ നട്ട് വെക്കണമുണ്ട്, എന്നെ പറിച്ചണവും മാറ്റണവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ബൊഗൈൻവില്ല പറഞ്ഞിങ്ങനെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് പൈമലാണ് പരിപാടി. അപ്പോൾ അടീനിയത്തുമൊക്കെയാണ് കയറിയിട്ടുള്ളൂ. നമ്മൾ കുറേ പാകി വെച്ചതായിരുന്നു. ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ പറിച്ചെടുക്കാൻ പെട്ടെന്നത്തിന് മണ്ണൊക്കെ ഒന്നുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ 4 പോട്ട് എടുത്തതിന് ശേഷം നട്ട് കഴിയുമ്പോഴത്തേനും 4-5 ആവുകയൊക്കെ ചെയ്യും. നമ്മളെ ZZ പ്ലാന്റിൻ്റെതും ഇത് നമ്മൾ ഹോയ പ്ലാന്റിൻ്റെ ഇല വെച്ച് നോക്കിയതാണ്. കുറച്ചായി വെച്ചിട്ട് ഏകദേശം 3-4 മാസമായി. ഈ കവറിലായിരുന്നു നമ്മൾ നട്ടിരുന്നത്. ഈ കവറത്തതൊക്കെ നമ്മൾ പറിച്ച് നമ്മൾ ആ മണ്ണൊക്കെ ഒഴിവാക്കി നമുക്ക് ഇനി വേറെ മണ്ണ് വെച്ച് കണ്ട് അതിലേക്കും വേണം നടണം വിചാരിക്കുന്നുണ്ട്. കരുതി അവിടെയും ഇവിടെയുള്ളൊക്കെ നമ്മുടെ അടീനിയത്തിൻ്റെ തൈകളൊക്കെ പറിച്ച് നമ്മൾ ഒരേ സെക്ഷനിൽ വെച്ചിട്ട് കണ്ടില്ല. ചിലതൊക്കെ നല്ല കോഡക്സ് ഉണ്ട്, ചിലതിന് അങ്ങനെ കോഡക്സും ഇല്ല. പക്ഷെ നമ്മളെല്ലതും ഒരേ ടൈമിൽ നട്ടതാണ്. ഇതിന് മുമ്പ് പറിച്ചതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കോഡക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും എല്ലാം കൂടി ഒന്നാക്കാം എന്നാണ് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാം കൂടി ഒന്ന് മാറ്റി നടാമെന്ന് കരുതി. ഇതിൻ്റെ ഇടയിൽ നമ്മളെ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പേര് മറന്നുപോയി. മെലസ്റ്റോമ റിപ്പോർട്ടിങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ 10 മണി പല കളറാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. നടുന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഫോൺ എടുക്കും, വീഡിയോ എടുക്കും, ജസ്റ്റ് മാറ്റി നടുന്നതൊക്കെ ഇതൊക്കെയാണ് നമുക്ക്
നമ്മൾ മാറ്റി നട്ടത്. പിറ്റേന്നും നമ്മൾ മാറ്റി നടണമെന്ന് കരുതി. ഇതിനൊക്കെ കണ്ടില്ല കോഡക്സൊക്കെ ഇതിന് ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഇതിന് കോഡക്സ് ഇല്ലെങ്കിലും നമ്മൾ കുറേ ചട്ടികൾ എടുത്തിട്ടാണ് നമ്മളെ കയ്യിലുണ്ടതിൻ്റെ ആവശ്യമില്ലാത്ത കുറേ മണ്ണൊക്കെ വെറുതെ നിന്നിൻ്റെ ഒക്കെ തട്ടി കൊട്ടി അതൊക്കെ ക്ലീൻ ചെയ്ത് കണ്ട് നമ്മളെ കയ്യിലുള്ള എല്ലാ അടീനിയങ്ങളും മാറ്റി ഇതിലേക്ക് നട്ടിട്ടുണ്ട്. അത്യാവശ്യം അവസാനം 3 ദിവസമായപ്പോഴത്തേന് നമ്മളെ കയ്യിലുള്ള എല്ലാ അടീനിയങ്ങളും 4 എല്ലാതും നമ്മൾ അതിന്മേൽ പണിയെടുത്തിട്ടുണ്ട്. ഫുള്ള് മാറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ല ഞങ്ങൾക്ക് നമ്മൾ ഓരോ ചെടികൾ കുഞ്ഞു ചെടികൾ വെച്ചതായിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ അത്യാവശ്യം വലിപ്പള്ളിലേക്ക് മാറ്റി നട്ടതാണ്. നമ്മൾ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങണം എന്ന് കരുതിയിരുന്നു. പക്ഷെ നമുക്ക് പറ്റിയിട്ടില്ല. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ഗ്രോ ബാഗൊക്കെ കണ്ടപ്പോൾ അതിലേക്കൊക്കെ കിട്ടിയതിലേക്കൊക്കെ ഉണ്ട് നട്ട് വെച്ച്. അതെന്തിനാ ചോദിച്ചാൽ എല്ലാതും ഒരേ തൈകൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതേമാതിരിക്ക് ഹൈബ്രിഡിൻ്റെ ഒക്കെ വെറൈറ്റിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിമേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് എല്ലാതും സെറ്റാക്കണത്. ഏകദേശം 50ഓളം തൈകൾ ഉണ്ടെന്ന് തോന്നുന്നത്. ഇതിൻ്റെ കൊടക്സൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയില്ല കാണാൻ. അങ്ങനെ നല്ല ഇതിമ നിർത്താമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ പിറ്റേന്ന് ഇതിൻ്റെ തൈകളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ചെറിയൊരു പൊറുതിയുടെ ഇതിന് വളവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളണ്ട് അതിനായിട്ട് ഇരിക്കുമ്പോൾ ഫുള്ള് പണി തീർക്കണം എന്നാണ് നമ്മളിപ്പോൾ ഇതിമൊക്കെ വേണ്ടി ഇരുന്നതാണ്. മറ്റേതൊന്നും ബോഗൻവില്ലമ്മലാണ് പരിപാടി ഉണ്ടാവില്ല. ഇപ്പോൾ ബോഗൻവില്ല ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി പണി എടുക്കാനുണ്ട്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ നമ്മളതിൻ്റെ സൈഡിലാക്കി. ഇത് നമ്മൾ നിത്യകല്യാണി നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കട്ടിങ്സ് വെച്ചതാണ് കേട്ടോ. പിന്നെ പല ആൾക്കാരും നിത്യകല്യാണിൻ്റെ സീഡുകളൊക്കെ അയച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അയച്ചു തരുമൊക്കെ ചെയ്യും. പക്ഷെ അതിനിപ്പോൾ നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ്. അതായത് നമുക്ക് അതിമക്ക് നിൽക്കാനുള്ളൊരു ടൈമല്ല. അതുകൊണ്ടാണ് കാണുന്ന മെസ്സേജ് അയക്കണമൊക്കെ ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അയച്ചു തരണ്ടേ. അയച്ചു തരാന്ന് പറഞ്ഞാൽ സീഡ് ചെറിയ സീഡ് അതിനായിട്ട് അയക്കുമ്പോൾ മുതലാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത് പല കളറൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് സീഡ് വെക്കണതല്ലേക്കാരം പിന്നെ മുളക്കുമ്പോൾ വരുന്ന തൈകളൊന്നും. അതൊക്കെ നമുക്കൊന്നും കൂടി മാറ്റി നടാനുള്ള പ്ലാനിങ് ആണ്. നമ്മൾ ഈ ചട്ടി ഇതിലുള്ള ചട്ടി നമുക്കൊന്നും കൂടി എടുത്തിട്ട് ക്ലീൻ ചെയ്ത് പിന്നെയും നട്ട് വെക്കേണ്ടത്. ഇത് നമ്മൾ സാധാരണ നോർമൽ മണ്ണുകളല്ലേ. അതൊക്കെ നമ്മളിങ്ങനെ ഓരോ തൈകൾ സി പ്ലാന്റിൻ്റെ ഓരോ തൈകളും പല ഇതിൻ്റെ തൈകളൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അവസാനം ഈ ചട്ടി എടുത്തിട്ടുണ്ട്. അവസാനത്തെ വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് എടുക്കാനുള്ള പ്ലാനിങ്ങിലല്ല എടുത്തത്. ഇനി ഇതൊക്കെ മാറ്റി നടാനുണ്ട്, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നടാമെന്നുള്ള പ്ലാനിങ്ങിൽ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലേ ഏകദേശം ഗ്രാഫ്റ്റ് പിടിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുള്ളൊരു കടും ചുവപ്പ് ഒരു ഡബിൾ പെറ്റലിൻ്റെ ഒരു പീസാണ്. നമുക്കൊരു ഫ്രണ്ട് ഓരോ കയ്യിലുണ്ട്. പക്ഷേ അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു കട്ടിങ്സ് വാങ്ങിയാണ് നമ്മൾ പിടിപ്പിച്ച് നോക്കിയതാണ്. അതിൻ്റെ തല പിടിച്ചിട്ടാണ് നമ്മൾ വെച്ചതാണ്. അത് തെളിക്കുന്നുണ്ട്. കട്ടിങ്സാണ്. എങ്ങനെയാലും നമുക്ക് ഫ്ലവർ ഉണ്ടായ പോലെ വെച്ച് നമ്മളെ ഏരിയയിൽ അങ്ങനെ അഗ്ലോണിമകളും കാര്യങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ല. അങ്ങനെ നല്ല വെയിലുള്ള ഏരിയയാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് പുതിയ വീട് എടുത്തിങ്ങോട്ട് മാറിയതോടുകൂടി ഇവിടെ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. അതിനും ഇനി വെച്ച് പിടിച്ച് സെറ്റായിട്ട് വേണം. കാരണം നമ്മളെ കയ്യിൽ 10-22ഓളം അഗ്ലോണിമകളുണ്ടായിന്. ഏകദേശമൊക്കെ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് അഗ്ലോണിമ മാറ്റാനുള്ള പരിപാടിയാണ്. നമ്മൾ പുതിയൊരു 3-4 ചട്ടിയും കൂടി സെറ്റാക്കിയപ്പോൾ ഇതയക്ക് നടാ എന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇതുമല്ല നട്ടതിട്ടാം. നടാ എന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റി വെച്ച് ഈ കവറൊക്കെ ഒന്ന് മാറ്റിക്കണ്ട വോട്ട് കാക്കാമെന്ന് കരുതി. പക്ഷേ നമ്മൾ നട്ട് വെച്ചപ്പോൾ ഇതിലുള്ള കുഞ്ഞു തൈകളൊക്കെ എടുത്ത് കാണാൻ നമ്മളതിലേക്ക് 3 ചട്ടി എടുത്ത് സെറ്റാക്കിയപ്പോൾ 4 ചട്ടി ആയിട്ടുണ്ട്. തന്നെ അങ്ങനെ 3-4 ദിവസം നമ്മൾ ഏകദേശം എല്ലാ തൈകളും നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ കയ്യിലുള്ള എല്ലാ തൈകളും കൂടി ആയിട്ട് വരുമ്പോൾ അതൊരു വ്യൂ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ. ഇത് മാറ്റിയിട്ടില്ല. ഇനി ഇതിൽ 4 കൂടി ഉണ്ട് മാറ്റാനുള്ളത്. അങ്ങനെ നമ്മൾ അടീനിയങ്ങൾ ഫുൾ സെറ്റാക്കിയിട്ടുള്ള നമ്മളെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മളെ സീറ്റടിമെന്ന് ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു വ്യൂ ആണിത്. നമ്മൾ അഗ്ലോണിമെൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ അടീനി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ.